എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓരോ ആളുടെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല, എല്ലാവരും പേര് കേട്ടവരാണ്. അതുകൊണ്ട് എല്ലാവരെയും അറിയുകയും ചെയ്യാം. പിന്നെ ഔപചാരികമായിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഒരിടത്ത് എന്നെ ഇതുപോലെ ക്ഷണിക്കുകയും ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയാതെ ഈ വേദിയിൽ നിന്ന് ഇറങ്ങാൻ പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ സദസ്സുകാർ പറഞ്ഞു, സാർ ഉദ്ഘാടനം ചെയ്തില്ല എന്ന്. അത് വാസ്തവത്തിൽ ഞാനിങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രസ്താവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എത്രയോ കൊല്ലം മുമ്പ് വിവാഹം ചെയ്തപ്പോൾ എൻ്റെ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതേ ഉള്ളൂ. അല്ലാതെ ഞാനിവളെ എൻ്റെ ജീവിത സഖിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. മലയാളി എവിടെ ഒരു വലിയ തമാശ, അയാൾക്ക് ഈ വാക്യം നിർത്താൻ അറിഞ്ഞുകൂടാ, പറയാതിരിക്കേണ്ടിടത്ത് പറയാതിരിക്കാനും അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എല്ലാ അർഹതയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർഹതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ സവിനയം സ്വീകരിക്കാറും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ രാജശേഖരൻ നായരെ ഒഴിവാക്കിയാൽ എനിക്കായിരിക്കും സാറിനോട് ഏറ്റവും അടുത്ത ഹൃദയബന്ധം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മനസ്തരംഗ ദൈർഘ്യ സാമ്യം. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പറയാം, ഈ മെൻ്റൽ വേവ് ലെങ്ത് സിമിലാരിറ്റി, അത് മനസ്തരംഗ ദൈർഘ്യ സാമ്യം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ കാലം മുമ്പ് നിങ്ങളിൽ പല ആളുകളും ജനിക്കാൻ ആലോചിക്കുന്നതിന് മുൻപ് 1953 ഞാൻ SSLCക്ക് പരീക്ഷ എഴുതിയിട്ടില്ല. അതിന് മുൻപ് കുഞ്ഞമ്പിള്ള സാറ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പറവൂര് ഉള്ള വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംഘം ഗവർണറൊക്കെ വരുമ്പോൾ ഉള്ളതുപോലെ ഒരു എൻടൂറേജ് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3-4 പേരുമൊക്കെ ആയിട്ടൊരു കാറിലാണ് വന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലൊരു കാറ് വരുന്നത്. അച്ഛൻ വളരെ വലിയൊരു ഗേറ്റൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കാറ് ആ വീട്ടിനകത്ത് കയറി മുറ്റത്ത് വന്ന് നിന്നു. അതോടുകൂടി പറവൂർക്കാരൊക്കെ വളരെ ആകാംക്ഷാഭരിതരായിട്ട് അവിടെ ഓടി എത്തി. അപ്പോൾ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുന്നുണ്ടാവും. സാധാരണഗതിയിൽ ഒരു ഡോക്ടർ വരുമ്പോഴാണ് ഡോക്ടറുടെ കൂടെ ആളുകളും വരും. എന്താ കാര്യം? അയ്യോ, ഇന്ന വീട്ടിലേക്ക് ഡോക്ടർ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് റിക്ഷയിലാണ് ഡോക്ടർ വരിക. മഹാകവി വള്ളത്തോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും റിക്ഷയിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം മഹാകവി റിക്ഷയിൽ വരികയും അനുചരന്മാരെല്ലാം പുറകെ നടക്കുകയും ഒക്കെയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള അതിഥി എൻ്റെ ഓർമ്മയിൽ കുഞ്ഞമ്പിള്ള സാറാണ്. സാറപ്പോൾ ഈ മഹാനിഘണ്ടുവിൻ്റെ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം വരുന്നത്. ഈ തിരുവിതാംകൂർ സർവകലാശാല ഇങ്ങനെ ഒരു നിഘണ്ടു ഉണ്ടാകേണ്ടതാണ് എന്ന് പണ്ടേ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുഞ്ഞമ്പിള്ള സാറിനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. സാറന്ന് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്നു, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവിടെയുള്ള വേറെ എത്രയോ പണ്ഡിതന്മാരുണ്ട്, ഈ ഭാഷ പഠിപ്പിക്കുകയും അതിനെപ്പറ്റി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന പല ആളുകളെയും വകഞ്ഞു മാറ്റി കേവലം ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറി മാത്രമായ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് വെറുതെ ഒന്നുമല്ല. അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു പരിനിഷ്ഠിത പാണ്ഡിത്യത്തിൻ്റെ പരിവേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കടത്തിവെട്ടാൻ അന്ന് ആരും ഇല്ലായിരുന്നു, ഇന്നും ആരുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ശരിക്കും അറിവിൻ്റെ ആൾരൂപം അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വിജ്ഞാനകോശം എന്ന്
സർവസമ്മതനായിട്ടുള്ള വ്യക്തി ആയിരുന്നു ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ്. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറും എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥനായ എളംകുളം കുഞ്ഞമ്പിള്ള സാറും രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് രണ്ടുപേർക്കും എൻ്റെ അടുക്ക വലിയ വാത്സല്യവും ആയിരുന്നു. ഈ രണ്ടുപേർക്കും ഇങ്ങനെ വാത്സല്യമുള്ള ഏക വ്യക്തി ഞാനാണ് എന്ന് എനിക്ക് തോന്നിയിട്ട് ഉണ്ട്. എന്നല്ല, ഇവർ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് ഒരിക്കൽ എൻ്റെ അടുക്ക പറഞ്ഞു, എനിക്ക് ആ എളംകുളത്തിനോട് ലേശം ഒരു അസൂയ തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ പോലെ ഉള്ള ഒരു ശിഷ്യനെയും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം കുഞ്ഞമ്പിള്ള സാറ് ലെക്സിക്കൺ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ സാറിനേക്കാൾ എത്രയാ ഒരു 7 വയസ്സ് മൂപ്പുള്ള ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹം മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വളരെ പ്രശസ്തമായ പാണ്ഡിത്യത്തിന് ഉടമ ആയിരുന്നു. അപ്പോൾ സാറിനെ, ഈ വി രാമകൃഷ്ണപിള്ള സാറിനെ കാണാനായിട്ട് പറവൂർ വരെ, പറവൂരെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തി പ്രദേശമാണ്. അതിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ കൊച്ചിയായി. അപ്പോൾ അവിടെ വരിക, എന്നിട്ട് കാണുക, എന്നിട്ട് ഒരു നോട്ടീസും ഇല്ലാതെയാണ് വരുന്നത്. അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് വെറുതെ എഴുത്തയക്കാം, അത് എഴുത്ത് പോലും അയക്കാതെ അദ്ദേഹം വീട്ടിൽ വരികയും കുറേ സമയം അച്ഛനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സാറിൻ്റെ എല്ലാ സഹായവും വേണം, ഇങ്ങനെ ഒരു വലിയ ചുമതല ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചർച്ച ചെയ്തത് 5 എന്നുള്ള വാക്കിനെ പറ്റിയാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളമാണോ സംസ്കൃതമാണോ എന്ന് അച്ഛനോട് ഈ കുഞ്ഞമ്പിള്ള സാറ് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ, നമ്മൾ കരുതുന്നത് പോലെ ഇരിക്കും, അത് മലയാളവും ആകാം സംസ്കൃതവും ആകാം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 5 എന്നുള്ള അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ അത് മലയാളമാണ് എന്ന് പറയാം. പിന്നെ അതുകൊണ്ടാണല്ലോ ഐവർ കളി എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ 5 എന്നുള്ളത് പിന്നെ വളരെ പഴയ മലയാളത്തിൽ അച്ചം എന്ന വാക്ക് ഉണ്ട്. അച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം എന്നാണ് അർത്ഥം. അപ്പോൾ അച്ചങ്കട്ടിന്നും അച്ഛൻ മുഖജനിത മഹാകാവ്യ ചന്ദ്രോദയെ അസ്മിൻ എന്ന് ഉണ്ണിച്ചിരദേവി ചരിതം ജംബുവിൽ ഉണ്ട്. ഇതൊക്കെ അച്ഛന് മനഃപ്പാടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇതൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ വളരെ രസമായിരുന്നു. ഞാനിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് കേട്ടു. അത് കേട്ടിട്ട് പിന്നെ പറഞ്ഞു, ഇനി 5 എന്നുള്ളതിന് ഈ സംസ്കൃതത്തിലാണെന്നുണ്ടെങ്കിൽ അഞ്ചിതം എന്നൊരു വാക്കുണ്ട്. അഞ്ചിതം എന്ന് പറയുന്നത് അഞ്ചിതമായ ഒരു പാട്ട് കേട്ട് എന്ന് കൃഷ്ണഗാഥയിൽ പറയും. അതുകൂടാതെ കളഹം സാഞ്ചിത ഗമനെ എന്ന് കീചകവധത്തിലും പറയും. അപ്പോൾ സാറിന് ഇപ്പോഴും ഇതൊക്കെ ഓർമ്മയുണ്ട്. കുഞ്ഞമ്പിള്ള സാറ് ഈ രാമകൃഷ്ണപിള്ള സാറിനെ പറ്റി പറഞ്ഞു, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെ, നമ്മൾ പുസ്തകത്തിൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഈ പുസ്തകന്യസ്ത വിദ്യ പരഹസ്തഗതം ധനം, ഇതൊന്നും നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കില്ല. പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പുസ്തകം കളഞ്ഞു പോകും. അതുപോലെ മറ്റൊരാളുടെ കയ്യിലാണ് പണം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അയാളുടെ കയ്യിലുള്ള പണം അയാൾ മദ്രാസിൽ നിന്ന് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് പഠിച്ചു വെക്കണം എന്ന് എൻ്റെ അച്ഛൻ കുഞ്ഞമ്പിള്ള സാറിൻ്റെ അടുക്കൽ പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയും, പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു, എടാ നിനക്ക് മനസ്സിലായോ ആളാരാണെന്ന്? ഇല്ല. അപ്പോൾ പറഞ്ഞു, ഇത് സാക്ഷാൽ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറാണ്. മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും MA പാസ്സായ ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് വാസ്തവത്തിൽ അഞ്ചിപ്പോയി. അപ്പോൾ അഞ്ചുക എന്നുള്ളത് ഞാൻ അനുഭവിച്ചു. കണ്ണഞ്ചിപ്പോയി. ഇത് ഇങ്ങനെ ഒരു ഉണ്ടോ ആൾ ഈ 3 MA ഒക്കെ പാസ്സാവുക എന്ന് പറയുക. അപ്പോൾ എനിക്കതിന് മുമ്പേ തന്നെ ഏതാണ്ട് അദ്ദേഹത്തെ നല്ല പുസ്തകം കൊണ്ടുള്ള പരിചയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ശ്രീ ചിത്ര വ്യാകരണ മഞ്ജരി എന്ന് പറയുന്ന പുസ്തകം
അത് ഒരു ഗ്രേഡഡ് ഗ്രാമർ എന്ന് പിൽക്കാലത്ത് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു രീതിയിലാണ്. ഈ ഗ്രാമർ എന്ന് പറയുന്നത് ശരി